ജനകീയ പ്രക്ഷോഭം രൂക്ഷമായ നേപ്പാളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികൾ വേഗത്തിലാക്കുകയാണ് വിദേശകാര്യ മന്ത്രാലയം. നിലവിൽ വിമാന സർവീസുകളടക്കം റദ്ദാക്കിയ സാഹചര്യത്തിൽ ഇന്ത്യക്കാരെ എങ്ങനെ നാട്ടിലേക്ക് എത്തിക്കുമെന്നുള്ള ആശങ്ക ഇപ്പോഴും നിലനിൽക്കുകയാണ്. 5 സംസ്ഥാനങ്ങളാണ് നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നത്. 1700-1700 കിലോമീറ്ററാണ് നേപ്പാളും ഇന്ത്യയും തമ്മിലുള്ള അതിർത്തിയുള്ളത്. അതുകൊണ്ട് തന്നെ ഈ പ്രക്ഷോഭം വ്യാപിക്കുകയാണെങ്കിൽ ഇന്ത്യക്കും ആശങ്ക ഉയരുകയാണ്. സംഘർഷം ഇപ്പോൾ ഇന്നും ഇന്നലെയുമായിട്ട് ഒരു അയവ് വന്നിട്ടുണ്ട്. ഈ പശ്ചാത്തലത്തിൽ വേഗത്തിൽ തന്നെ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ അതിർത്തി ചെക്ക് പോസ്റ്റുകളടക്കം നിരവധി വാഹനങ്ങളാണ് തടഞ്ഞിട്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് ഈ ട്രക്കുകളടക്കമുള്ള വാഹനങ്ങൾ നേപ്പാളിൽ നിന്ന് ഇന്ത്യയിലേക്കോ ഇന്ത്യയിൽ നിന്ന് നേപ്പാളിലേക്കോ ഇപ്പോൾ അയക്കാത്ത ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിന് പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ആയുധങ്ങളും അതുപോലെ മനുഷ്യരുമടക്കം അഭയാർത്ഥികളായ ഇന്ത്യയിലേക്ക് വരാനുള്ള സാഹചര്യം ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സംഘർഷ സാഹചര്യം അയയുന്ന പശ്ചാത്തലത്തിൽ മാത്രമാണ് സുഗമമായി റോഡ് മാർഗമുള്ള യാത്രയ്ക്കായി ചെക്ക് പോസ്റ്റുകൾ തുറക്കുക എന്നാണ് ഇന്ത്യ അറിയിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് എംബസിയുടെ ഭാഗത്തു നിന്നുള്ള എല്ലാ പിന്തുണയും നേപ്പാളിന് നൽകുന്നുണ്ട്. നേപ്പാളിലെ വിവിധ മേഖലകളിൽ കുടുങ്ങിപ്പോയ ഇന്ത്യക്കാരെ തിരികെ ഏതെങ്കിലും ഒരു സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് വാഹനമാർഗമോ അല്ലെങ്കിൽ വിമാനത്തിലോ ഇന്ത്യയിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്നത്. ജനകീയ പ്രക്ഷോഭങ്ങൾ ഇനിയും ശക്തമാകാനുള്ള സാധ്യത ഇന്ത്യ മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ചില മേഖലകളിൽ കൂടുതൽ സുരക്ഷ ഇന്ത്യ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ബംഗാൾ, ബീഹാർ, സിക്കിം അടക്കമുള്ള സംസ്ഥാനങ്ങളിൽ അതീവ സുരക്ഷയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കറിയാം, സ്വാഭാവികമായിട്ടും നേപ്പാളിൽ എന്തെങ്കിലും പ്രകൃതിക്ഷോഭങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അടിയന്തര സഹായം നൽകുന്ന രാജ്യമാണ് ഇന്ത്യ. അത്തരത്തിൽ ഇന്ത്യയുമായി സാംസ്കാരികപരമായിട്ടും അതുപോലെ മതപരമായിട്ടും ഏറ്റവും അടുത്തു നിൽക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ. ഇന്ത്യയിൽ നിന്ന് 15-ലധികം വിമാന സർവീസുകളാണ് നേപ്പാളിലേക്കുള്ളത്. പക്ഷേ ഈ ഒരു സാഹചര്യത്തിൽ ഈ ബുധനാഴ്ച വരെയാണ് വിമാന സർവീസുകൾ ഇപ്പോൾ നിർത്തൽ ചെയ്തിരിക്കുന്നത്. സമാനമായ സാഹചര്യം തുടരുകയാണെങ്കിൽ വീണ്ടും ഈ വിമാന സർവീസുകൾ പുനരാരംഭിക്കുന്നതിനുള്ള കാര്യം ആലോചനയിലാണ്. എന്തായാലും നേപ്പാളിൽ കുടുങ്ങിപ്പോയിട്ടുള്ള ഇന്ത്യക്കാരെ വേഗത്തിൽ തന്നെ നാട്ടിലെത്തിക്കാൻ വേണ്ടിയുള്ള നടപടികളാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്നും ആരംഭിച്ചിരിക്കുന്നത്. നിലവിൽ നേപ്പാളിൻ്റെ ഭരണം സൈന്യം ഏറ്റെടുത്തെങ്കിലും സ്ഥിതികൾക്ക് അധികം മാറ്റമുണ്ടായിട്ടില്ല. സ്ഥിതി ശാന്തമാകുന്ന സാഹചര്യത്തിലായിരിക്കും കൂടുതൽ ഇന്ത്യക്കാരെ നാട്ടിലെത്തിക്കാൻ വേണ്ട നടപടികൾ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വേഗത്തിൽ ഉണ്ടാവുക.